കൂടുതൽ റിസ്ക് കൂടുന്നത് നമ്മൾ നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളിൽ കുളിക്കുകയോ അല്ലെങ്കിൽ മുങ്ങുകയോ ചെയ്യുമ്പോഴത്തേക്കും. കാരണം ഇങ്ങനെയുള്ള ഓർഗൻസ് ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം റിസ്ക് എപ്പോഴും ഉണ്ട്. ഇതിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നത് പനി ഉണ്ടാവും, പെട്ടെന്ന് വിറയലുണ്ടാവും, പെട്ടെന്ന് സ്വഭാവം മാറ്റം അല്ലെങ്കിൽ ഫിക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കാം. പട്ടം SUT ഹോസ്പിറ്റൽ എമർജൻസി മെഡിസിൻ ഹെഡ് ഡോക്ടർ ബിനു ബ്രൈറ്റ് നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഇപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നതാണ് മസ്തിഷ്ക അമീബയെ കുറിച്ച്. നമ്മളെല്ലാവരും ആ ഒരു ന്യൂസ് കാണുന്നുണ്ട്. ഒരുപാട് തടാകങ്ങളിലും ഒക്കെ ഇതുണ്ട് എന്ന് പറയുന്നുണ്ട്. സേഫ്റ്റി ആയിട്ട് കുളിക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷേ ക്ലോറിനേഷൻ അടങ്ങിയ വാട്ടറിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി. പക്ഷെ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ എല്ലാവരും ഇതുപോലെയൊക്കെ ആയിരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും കണ്ടിട്ടുമില്ല. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ ന്യൂസസ് വരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഒരിക്കലും നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന തടാകങ്ങളോ അല്ലെങ്കിൽ നീരുറവുകളോ ഒരിക്കലും സേഫ് അല്ല മനുഷ്യർക്ക്. കാരണം പണ്ട് മുതൽ ഉണ്ടായിരുന്നു കാണാം. പക്ഷെ പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യാതെ മരണപ്പെട്ട ആൾക്കാരുണ്ടായി, നമുക്ക് അറിയത്തില്ല. അതേപോലെ നമുക്ക് ആക്ച്വലി നമ്മളെ നോക്കുവാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പല എന്താ പറയുക ഓർഗാനിസംസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. സമയം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അവരുടെ സ്വഭാവങ്ങൾ മറന്ന് അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 100 വർഷം മുമ്പ് എടുക്കുന്ന ഓർഗാനിസം അല്ലേ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ റിസ്ക് കൂടുന്നത് നമ്മൾ നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളിൽ കുളിക്കുകയോ അല്ലെങ്കിൽ മുങ്ങുകയോ ചെയ്യുമ്പോഴത്തേക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുങ്ങി കുളിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെയും ചെവിയിലൂടെയൊക്കെ ഇങ്ങനെയുള്ള ഓർഗാനിസംസ് തലയിൽ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡയറക്റ്റ്ലി ഒരു ആക്സസ് കിട്ടും. മുക്കിൽ കൂടി നേരെ മുകളിലോട്ട് കയറുന്നു അല്ലെങ്കിൽ ചെവി കൂടി കയറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ആകെ ചെയ്യാവുന്നത് ക്ലോറിനേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത വെള്ളമുള്ള സ്ഥലങ്ങളിൽ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും നമ്മുടെ സാധാരണ നാച്ചുറൽ ഉണ്ടാകുന്ന എന്താ പറയുക വാട്ടർ സ്പേസസിൽ ഒരിക്കലും ഒരു സേഫ്റ്റി അഷ്വർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള ഓർഗൻസ് ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം റിസ്ക് എപ്പോഴും ഉണ്ട്. ഡോക്ടർ, ഈ മസ്തിഷ്ക ജ്വരം വന്നു കഴിഞ്ഞാൽ അതിലെന്താണ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്? സാധാരണ നമ്മുടെ ബാക്കിയുള്ള ജ്വരങ്ങൾ മസ്തിഷ്ക ജ്വരങ്ങൾ പല ടൈപ്പ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ ബാക്ടീരിയ, വൈറൽ, ഫംഗൽ അങ്ങനെയുള്ള ഒരു ടൈപ്പ് തന്നെയാണ് അമീബിയ കാരണം വരുന്ന മസ്തിഷ്ക ജ്വരം. ഇതിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നത് പനി ഉണ്ടാവും, പെട്ടെന്ന് വിറയലുണ്ടാവും, പെട്ടെന്ന് സ്വഭാവം മാറ്റം അല്ലെങ്കിൽ ഫിക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കാം. അതിനെ കൂടുതൽ നമ്മൾ ചോദിച്ചു വരുമ്പോഴത്തേക്കും മനസ്സിലാവും കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു വ്യക്തി വെള്ളത്തിൽ ഇറങ്ങിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് സസ്പീഷ്യസ് ആവും. ഇതിൽ സാധാരണ നമ്മൾ മിക്ക ഇതിനും ചെയ്യുന്ന പോലെ തന്നെ അതിന് ബ്രോഡ് സ്പെക്ട്രമായിട്ടുള്ള ആന്റിബയോട്ടിക്സും ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് പോയിട്ട് നമ്മൾ നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കും. ഈ പരിശോധനയിലേക്ക് നമ്മൾ ഈ എന്താ പറയുക ആ ലിക്വിഡിന് CSF എന്ന് പറയുന്ന സാധനം, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ഈ ഫ്ലൂയിഡിലേക്ക് നമ്മൾ അമീബിയെ കാണുക. ഇതുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് അത് ബേസ് ചെയ്ത് അതിലോട്ട് മാറ്റും. അതായത് ഈ മൂക്കിൽ കൂടെ കയറി നമ്മുടെ നട്ടലിലേക്ക് എത്തുവാണ്. നമ്മൾ മൂക്കിന്റെ ഇവിടെ ഈ മൂക്കിന്റെ പാലത്തിന് ഇവിടെ ചെറിയ സുഷിരങ്ങൾ ദൂരം പോലെ ഉണ്ട്. അതിൽ കൂടി നമ്മൾ നേരെ ബ്രെയിനിലോട്ടാണ് ഇത് എത്തുന്നത്. അപ്പോൾ അത് ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നു, ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. അത് ചിലപ്പോൾ ബ്രെയിനിൽ തന്നെ കളക്ഷൻ പോലെ ചെറിയ ക്യാവിറ്റി പോലെ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് പനിയും പല ഇതുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമല്ല. കാരണം സാധാരണ ഒരു പനി പോലെ വരുന്ന ഒരു ചെറിയ തലവേദന കാണും, ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കാണും. പക്ഷെ അത്ര ക്ലിയർ കട്ടായിട്ട് ഇതാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പറ്റുന്ന പലപ്പോഴും നമ്മുടെ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും അടുത്തിടെയായിട്ട് ഇയാൾ നീന്താൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോഴായിരിക്കും. പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ.